നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും ഭാരതപ്പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുറത്തൂർ AVS കടവിൽ നിന്നും രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനം നടത്തുന്നവരാണ് മൃതദേഹം ഒഴുകിവരുന്നത് കണ്ടത്. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും ഭാരതപ്പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുറത്തൂർ AVS കടവിൽ നിന്നും രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനം നടത്തുന്നവരാണ് മൃതദേഹം ഒഴുകി വരുന്നത് കണ്ടത്. തുടർന്ന് കരക്കെത്തിക്കുകയായിരുന്നു. എറണാകുളം സ്വദേശി മിലനാണ് മരണപ്പെട്ടത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഭാരതപ്പുഴയിൽ പുറത്തൂർ കളൂർ AVS കടവിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ ഒഴുകി വരികയായിരുന്ന മൃതദേഹം നാട്ടുകാർ കരയിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു. എറണാകുളം വൈറ്റില സ്വദേശി മിലൻ ആണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച വൈകുന്നേരമാണ് മിലൻ പുഴയിലേക്ക് ചാടിയത്. 30 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് കുറ്റിപ്പുറം പാലത്തിൽ നിന്നും മിലൻ ഭാരതപ്പുഴയിലേക്ക് ചാടിയിരുന്നു. 2 ദിവസമായി യുവാവിനായി പുഴയിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ദേശീയ ദുരന്ത നിവാരണ സേന, തിരൂർ പൊന്നാനി ഫയർഫോഴ്സ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസമായി തിരച്ചിൽ നടത്തിയത്. യുവാവ് പുഴയിലേക്ക് ചാടിയ സ്ഥലത്തു നിന്നും ലഭിച്ച ബാഗിൽ എറണാകുളം വൈറ്റില സ്വദേശിയായ മിലന്റെ പാസ്പോർട്ട് അടക്കം നിരവധി രേഖകൾ ലഭിച്ചിരുന്നു. ഇതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ പുറത്തൂരിൽ മൃതദേഹം കണ്ടെത്തുന്നത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജൻസ് ഓർഗനൈസേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ തിരൂർ ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും പോസ്റ്റർ പ്രചരണവും നടത്തി. ധർണ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KG സൽമാബായ് ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്വകാര്യവൽക്കരണ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ നടത്തിയത്. LIC ഷെയർ വിൽപ്പനയിലൂടെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. കഴിഞ്ഞ വർഷം അനുവദിച്ച കോവിഡ് അഡ്വാൻസ് അലവൻസായി പരിഗണിക്കുക. ഏജന്റുമാർക്ക് പുതിയ കോവിഡ് അലവൻസ് അനുവദിക്കുക. നിർത്തിവെച്ച പ്രീമിയം ഡ്യൂലിസ്റ്റ് ഏജന്റുമാർക്ക് തുടർന്നും നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. LIC ഏജൻസ് ഓർഗനൈസേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ തിരു ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KG സൽമാബായ് ഉദ്ഘാടനം ചെയ്തു. മോദി ഗവൺമെന്റ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ന് തീരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് LICയും തീരെഴുതിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന ഈ സമരത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് കോവിഡുമായി അനുവദിച്ച അലവൻസായിട്ട് പ്രഖ്യാപിക്കുക എന്നതും അതുപോലെ തന്നെ നിർത്തലാക്കിയ ഡ്യൂലിസ്റ്റ് അത് പുനഃസ്ഥാപിക്കുക എന്നതും അതുപോലെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടുപോയ ഏജൻറ്റുമാർക്ക് ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്നും ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് VV സത്യാനന്ദൻ അധ്യക്ഷനായിരുന്നു. P ശ്രീനിവാസൻ, CP മുസ്തഫ, NP ഗോപിനാഥൻ, K സുകുമാരൻ, P മധു, C മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരു IMA ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. 30ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം നൽകിയത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരൂരും AKDF NSS പോളിടെക്നിക് യൂണിറ്റും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരു IMA ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരികയും ഓരോ ഏരിയയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഇന്നത്തെ യുവാക്കളും സന്നദ്ധ സംഘടനകളും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണാധികാരി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾക്ക് ഒരു മോക്ഷമുണ്ട് ഈ സമയത്ത്. IMA പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു. AMVI സുനിൽകുമാർ, ഡോക്ടർ അസീം, ഡോക്ടർ MN അബ്ദുറഹ്മാൻ, അനീസ് മഞ്ചേരി, നസീമ, ഉപേന്ദ്രൻ കുറ്റിപ്പുറം, ഹാരിസ് മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. 30 പേരാണ് സന്നദ്ധ രക്തദാനത്തിൽ പങ്കെടുത്തത്. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ നിന്നും DPharm പരീക്ഷയിൽ റാങ്ക് ജേതാവിനെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വാർഡ് മെമ്പർ അസ്കർ കോറാട് പ്രതിഭകൾക്ക് ഉപഹാരം നൽകി. വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തിയാണ് ഉപഹാരം നൽകിയത്. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ നിന്നും DPharm പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് നേടിയ ലംഷിദ ബിയ്യത്തിയിൽ, SSLC മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ജിൻഷ KP, കീർത്തന, മുഹ്സിന തസ്നി, മുഹമ്മദ് ഇഹ്സാൻ, ബാസില, ബുസ്താന, സുഗത, നജിബ ഫർസാന, ഹുസ്ന ഷെറിൻ എന്നിവരെയാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്കർ കോറാട വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. വീടുകളിലെത്തിയാണ് ഉപഹാരം കൈമാറിയത്. ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ഹനീഫ പൈനാട്ട്, ജലാൽ കോറാട, മൻസൂർ പുത്തൂർ, ഉമ്മർ മഞ്ഞളം, ഇസ്മായിൽ തെയ്യാലിങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള.
തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിയായി ഷർബീന മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുനിയോജക മണ്ഡലം UDF ചെയർമാൻ അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 11-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ഷർബീന മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക വരണാധികാരി മുമ്പാകെ സമർപ്പിച്ചു. തുടർന്ന് നടന്ന വാർഡ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി രാജേഷ് അധ്യക്ഷനായിരുന്നു. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സൈദലി മാസ്റ്റർ, ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടശ്ശേരി, ലത്തീഫ് കൊളക്കാടൻ, ടി കുഞ്ഞാമുട്ടി, പി സന്തോഷ് കുമാർ, KP ബഷീർ, VK ലത്തീഫ്, KP ഷാജഹാൻ, ഗഫൂർ മാസ്റ്റർ, മെഹറൂഫ് മാസ്റ്റർ, അഡ്വക്കേറ്റ് അഷ്റഫ്, വീരാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി അഡ്വക്കേറ്റ് പി രാജേഷിനെ ചെയർമാനായും P സുലൈമാനെ കൺവീനറായും PP ലായിക്കിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ഭരണസമിതിയിൽ BP അങ്ങാടി ടൗൺ വാർഡിൽ നിന്നുള്ള അംഗമായിരുന്നു ഷർബീന. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥിയായി കറുകയിൽ സുജാത മത്സരിക്കും. സുജാത വരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി കറുകയിൽ സുജാത മത്സരിക്കും. വരണാധികാരി മുമ്പാകെ കറുകയിൽ സുജാത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP തിരൂർ മണ്ഡലം പ്രസിഡന്റ് ശശി പരാരമ്പത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി കറുകയിൽ ശശി, BJP തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് MP വേലായുധൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് കറുത്താട്ട, C വേലായുധൻ ഉണ്ണി, മണമൽ ഉദേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. തലക്കാട് പഞ്ചായത്തിൽ 15-ാം വാർഡ്, ആ വാർഡിൽ കാലങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചു വരുന്നത്. പക്ഷേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വാർഡിൽ പ്രത്യേകിച്ചൊരു കാര്യങ്ങളും നടപ്പിലാക്കാത്തത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി കുടുംബങ്ങൾ ആ വാർഡിൽ ഇന്നും വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് മഴ വന്നാൽ വെള്ളത്തിൽ കിടന്ന് ഉഴലുന്നൊരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ, നമ്മളെ പ്രസിഡൻ്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മേഖലയിലാണത്. ആ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാലം ഭരിച്ച പഞ്ചായത്ത് ഭരണാധികാരികൾ, പ്രത്യേകിച്ച് 15-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വന്ന പ്രസിഡന്റ്, അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കാൻ പലിശരഹിത വായ്പാ പദ്ധതി ഒരുക്കി താനാളൂർ സർവീസ് സഹകരണ ബാങ്ക്. വിദ്യാതരംഗിണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമൊരുക്കാൻ പലിശരഹിത വായ്പാ പദ്ധതി ഒരുക്കി താനാളൂർ സർവീസ് സഹകരണ ബാങ്ക്. വിദ്യാതരംഗിണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കുള്ള സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VP ഓസ്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ വിദ്യാർത്ഥികൾക്കുള്ള സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KP കൃഷ്ണൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി, ബാങ്ക് ഡയറക്ടർമാരായ അനിൽ തലപ്പള്ളി, KP ഹബീബ് റഹ്മാൻ, MM അലി, TK നാസർ, P അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞിപ്പ, U സീനത്ത്, K സാജിദ, സെക്രട്ടറി സജീവ്, അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അൻവർ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തിരൂർ നഗരസഭ 11-ാം വാർഡിലെ പ്രതിഭകളെയാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. തിരൂർ നഗരസഭ 11-ാം വാർഡിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കൗൺസിലർ ഫാത്തിമത്ത് സജനയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ചടങ്ങിൽ റസാഖ് മാസ്റ്റർ, ഹംസ മാസ്റ്റർ, ഷാഫി, സിദ്ദീഖ്, ഗഫൂർ, കുഞ്ഞാവ, ഹൈദർ, അയാസ്, മുസ്തഫ, ഹുസൈൻ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 17,518 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 11,067 പേർ രോഗമുക്തി നേടി. ചികിത്സയിലുള്ളത് 1,35,198 പേരാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,28,489 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 15-ന് മുകളിലുള്ള 271 പ്രദേശങ്ങൾ കേരളത്തിലുള്ളതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം 2871, തൃശൂർ 2023, കോഴിക്കോട് 1870, എറണാകുളം 1832, കൊല്ലം 1568, പാലക്കാട് 1455, കണ്ണൂർ 1121, കോട്ടയം 1053, തിരുവനന്തപുരം 996, ആലപ്പുഴ 901, കാസർഗോഡ് 793, പത്തനംതിട്ട 446, വയനാട് 363, ഇടുക്കി 226 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,18,484 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.63 ആണ്. റൂട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ,
സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT, PCR, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 2,59,50,704 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 132 മരണങ്ങളാണ് COVID-19 മൂലമാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,871 സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,18,496 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 3,92,805 പേർ വീട് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 25,691 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,241 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. TPR 5-നും താഴെയുള്ള 73 പ്രദേശങ്ങളും TPR 5-നും 15-നും ഇടയിലുള്ള 335 പ്രദേശങ്ങളും TPR 10-നും 15-നും ഇടയിലുള്ള 355 പ്രദേശങ്ങളും 15-ന് മുകളിലുള്ള 271 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുമാണ് സംസ്ഥാനത്തുള്ളത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയർന്നു. വെള്ളിയാഴ്ച 20.56% DPR രേഖപ്പെടുത്തിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. 2,871 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്ന് 1,033 പേർ രോഗമുക്തരായിട്ടുണ്ട്. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം കോവിഡ് വിമുക്തരായവരുടെ എണ്ണം 3,57,952 പേർ ആയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട് വൈറസ് ബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന സ്ഥിതി തുടരുകയാണ്. ഇത്തരത്തിൽ 2,786 പേർക്കാണ് വെള്ളിയാഴ്ച രോഗബാധയുണ്ടായത്. 24 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ 15 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നെത്തിയ 46 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 57,155 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 19,636 പേർ ചികിത്സയിലാണ്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 700 പേരും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 400 പേരും 133 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കീഴിലുള്ള പ്രത്യേക താമസ കേന്ദ്രങ്ങളായ ഡൊമിസിലറി കെയർ സെന്ററുകളിൽ 486 പേരും ശേഷിക്കുന്ന വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,426 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് വാക്സിൻ വിതരണം ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. ജില്ലയിൽ 14,29,039 പേരാണ് ഇതുവരെ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചത്. ഇതിൽ 10,34,254 പേർക്ക് ഒന്നാം ഡോസും 3,94,785 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള 2,29,622 പേർക്ക് ഒന്നാം ഡോസ് വാക്സിനും 50,027 പേർക്ക് രണ്ടാം ഡോസും നൽകി. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7,04,526 പേർക്ക് ആദ്യഘട്ട വാക്സിനും 2,82,091 പേർക്ക് രണ്ടാം ഘട്ട വാക്സിനുമാണ് നൽകിയിരിക്കുന്നതെന്ന് ആരോഗ്യ പ്രവർത്തകരിൽ 44,082 പേർക്ക് ഒന്നാം ഡോസും 30,368 പേർക്ക് രണ്ടാം ഡോസും നൽകി. കോവിഡ് മുന്നണി പോരാളികളിൽ 22,477 പേർക്ക് ഒന്നാം ഡോസും 19,399 പേർക്ക് രണ്ടാം ഡോസും ലഭ്യമാക്കി. പോളിംഗ് ഉദ്യോഗസ്ഥരിൽ 12,900 പേർ രണ്ടാം വാക്സിൻ സ്വീകരിച്ചു. നേരത്തെ 33,547 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദ്യഘട്ട വാക്സിൻ നൽകിയിരുന്നു. ജില്ലയിൽ COVID-19 വൈറസ് വ്യാപന സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അഭ്യർത്ഥിച്ചു. വീടുകളിൽ അതീവ ജാഗ്രത തുടരണം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ സ്വയരക്ഷയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിലും മറ്റും സമൂഹ സമ്പർക്കത്തിലേർപ്പെടുന്നവർ സാമൂഹ്യ അകലം ഉറപ്പാക്കണം. 2 മാസ്കുകളുടെ ശരിയായ ഉപയോഗത്തിലൂടെ കോവിഡ് വ്യാപനം വലിയ അളവിൽ കുറയ്ക്കാനാകും. കൈകൾ കൃത്യമായ ഇടവേളകളിൽ ശുചിയാക്കുന്നതിലും വീഴ്ച പാടില്ല. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കുടുംബാംഗങ്ങളുമായി ഇടപഴകുന്നതിന് മുമ്പ് ശരീരശുദ്ധി ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഓർമ്മിപ്പിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാർ നിലപാട് മുസ്ലിം സമുദായത്തെ മുറിവേൽപ്പിച്ചെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ തീരുമാനത്തിൽ ആശങ്കയുണ്ട്. അവകാശങ്ങൾ കവർന്നുകൊണ്ടല്ല, മറിച്ച് എല്ലാവരുടെയും അവകാശങ്ങളെ മാനിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100% അർഹതപ്പെട്ട സ്കോളർഷിപ്പാണ് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസപരമായിട്ട് അവരെങ്ങനെയെല്ലാം കൈപിടിച്ചുയർത്തുവാൻ കഴിയും എന്നതാണ് ഒരു സർക്കാർ ചിന്തിക്കേണ്ടത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിഭാഗീയത പാടില്ല. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമുക്ക് അതിൻ്റെ പേരിലാണ് അനുമോദിക്കേണ്ടി വരുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാജ്യപുരോഗതിക്ക്, രാജ്യത്തിൻ്റെ ആസൂത്രണത്തിന് ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള ഈ പിന്നോക്കാവസ്ഥയും ദാരിദ്ര്യവുമൊക്കെ അതിനെ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഗ്യത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് യോഗ്യതയുള്ള പൗരന്മാരാണ്. അതായത് ഒരുപാട് ജനസംഖ്യ ഉണ്ടായിട്ട് രാജ്യത്തിന് കാര്യമില്ല. വിദ്യാഭ്യാസവും ഉയർന്ന യോഗ്യതകളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെയുള്ള തലമുറകളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മുൻ രാഷ്ട്രപതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ
അവിടെ അതിനൊക്കെ തടസ്സം നിൽക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് കേരളത്തിലിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് കാലങ്ങളായി നല്ല വളർച്ച വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർച്ചയിലെത്താൻ നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നുണ്ട്. പഠിക്കാനുള്ള അവരുടെ താല്പര്യം, അവരെ പഠിപ്പിക്കാനുള്ള രക്ഷിതാക്കളുടെ താല്പര്യം, ഇതൊക്കെ കൊണ്ട് തന്നെ നല്ല ഉയർന്ന മാർക്കുകളൊക്കെ വാങ്ങി വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള തടസ്സം അതാണ് മുറിവേറ്റിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ആ നല്ല ആ പ്രതീക്ഷയാണ് ഇവരിപ്പോൾ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മുറിവേറ്റ വികാരമാണ് എല്ലാ സമുദായങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും ഉള്ളത്. അതാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രതിഫലിച്ചത്. കോവിഡ് പോരാളികൾക്ക് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പെരുന്നാൾ സമ്മാനം. വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കന്മന മേഖലയിലെ 6, 7, 8, 9, 10 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. ഉച്ചഭക്ഷണമായി ചിക്കൻ ബിരിയാണി പാക്കറ്റുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ആദരവ് പ്രകടിപ്പിച്ചത്. ട്രസ്റ്റ് ഭാരവാഹികളായ AK ഷമീർ, ചോനാടൻ അൽവിക്കുട്ടി, V പ്രേംകുമാർ, വെട്ടൻ അയ്യൂബ് എന്നിവരാണ് ഓഫീസുകൾ സന്ദർശിച്ച് ഭക്ഷണ പാക്കറ്റുകൾ സമ്മാനിച്ചത്. കേപുരം പട്ടിരുപറമ്പ് സ്വദേശി വരിക്കോട്ടിൽ യാഹു നിര്യാതനായി. 86 വയസ്സായിരുന്നു. പരേതയായ പാത്തുമയാണ് ഭാര്യ. മുഹമ്മദ് എന്ന ഭാവ, സെയ്ദലവി, ഹംസ, സുലൈമാൻ, നഫീസ, പാത്തുമോൾ, ഹസീന എന്നിവർ മക്കളാണ്. വാക്കാട് സ്വദേശിയും അരിക്കാഞ്ചിറ KK ഹാർഡ്വെയർസ് ഉടമയുമായ നെല്ലാഞ്ചേരി മുഹമ്മദ് കാസിം നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഖദീജയാണ് ഭാര്യ. ജിഷില, ഷഹല, റംസില എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കലും. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും ഭാരതപ്പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുറത്തൂർ AVS കടവിൽ നിന്നും രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനം നടത്തുന്നവരാണ് മൃതദേഹം ഒഴുകി വരുന്നത് കണ്ടത്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.